ഹൈദരാബാദിനെതിരായ ആദ്യ മത്സരത്തിലെ തോൽവിക്ക് ശേഷം രാജസ്ഥാൻ റോയൽസ് ടീം ക്യാമ്പിൽ നിന്നും നിർണായക അപ്ഡേറ്റുകളാണ് പ്ലേയിങ് 11 കോമ്പിനേഷനുകളുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. KKRനെതിരായ അടുത്ത മത്സരത്തിന് ഇറങ്ങും മുൻപേ പ്ലേയിങ് 11 നിർണായക മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഹൈദരാബാദിനോട് 44 റൺസിനാണ് രാജസ്ഥാൻ റോയൽസ് ആദ്യ മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങിയത്. റൺമഴ കണ്ട മത്സരത്തിൽ ഹൈദരാബാദ് ഉയർത്തിയ 286 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാന് 6 വിക്കറ്റ് നഷ്ടത്തിൽ 242 റൺസാണ് നേടാനായത്. മികച്ച ഒരു തുടക്കം ലഭിക്കാതെ പോയത് തന്നെയാണ് ടീമിന്റെ പരാജയ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ടോപ്പ് ഓർഡർ നിരാശപ്പെടുത്തിയപ്പോഴും മധ്യനിര കരുത്താകുന്നത് രാജസ്ഥാനെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ രാജസ്ഥാൻ മധ്യനിര താരങ്ങൾക്ക് സാധിച്ചതാണ് വലിയ തോൽവിയിൽ നിന്ന് രക്ഷ നേടാനായി ടീമിന് സാധിച്ചത്. നായകനായി സഞ്ജു സാംസൺ ഇറങ്ങാൻ സാധിക്കാത്തതും ആദ്യ മത്സരത്തിലെ രാജസ്ഥാന് തോൽവിക്ക് കാരണമായിട്ടുണ്ട്. രണ്ടാം മത്സരത്തിൽ രാജസ്ഥാന് വലിയ വിജയത്തോടു കൂടി തന്നെ തിരിച്ചു വരേണ്ടതായുണ്ട്. കൊൽക്കത്തയാണ് രാജസ്ഥാന് രണ്ടാം മത്സരത്തിലെ എതിരാളികൾ. കൊൽക്കത്തയ്ക്കായ മത്സരത്തിനായി ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ടീമിൽ ചില അനിവാര്യ മാറ്റങ്ങൾ തന്നെ വേണ്ടതായുണ്ട്. ആദ്യ മത്സരത്തിൽ 4 ഓവറിൽ 76 റൺസാണ് സൂപ്പർ പേസറായ ജോഫ്ര ആർച്ചർ വിട്ടുകൊടുത്തത്. പ്രതീക്ഷിച്ച ഒരു പ്രകടനം എന്നതിലുപരി ഒരു മോശം റെക്കോർഡ് തന്നെയാണ് ആർച്ചറെ തേടി ആദ്യ മത്സരത്തിലെത്തിയത്. രണ്ടാം മത്സരത്തിൽ ആർച്ചർക്ക് പകരം മുംബൈ ഇന്ത്യൻസിൽ നിന്നും ടീമിലേക്ക് എത്തിച്ച ആകാശ് മധ്വാളിനെ പേസ് ലൈനപ്പിലേക്ക് ഇറക്കാനുള്ള ഒരു നീക്കം ചിലപ്പോൾ രാജസ്ഥാന്റെ ഭാഗത്തുനിന്നും കണ്ടേക്കാം. മറ്റൊരു ഇടങ്ങയൻ പേസറായ ഫസൽ ഹക്ക് ഫറൂഖിക്കും ആദ്യ മത്സരത്തിൽ ശ്രദ്ധേയമായൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. ന്യൂ ബോളിൽ നന്നായി സ്വിംഗ് കണ്ടെത്താനായി അദ്ദേഹത്തിന് ആദ്യ മത്സരത്തിൽ സാധിച്ചില്ല. പകരം ദക്ഷിണാഫ്രിക്കൻ യുവതാരം ക്വീന മഫാക്കയെയാണ് ടീം കരുതി വെച്ചിരിക്കുന്ന മറ്റൊരു താരം. ഇതിനോടകം മുംബൈ ഇന്ത്യൻസിനായി താരം കളിച്ചിട്ടുണ്ട്. തുടർച്ചയായി 140 മുകളിൽ സ്പീഡിൽ പന്തെറിയാനായി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നതും രാജസ്ഥാന് കൂടുതൽ സാധ്യതകൾ തന്നെയാണ് തുറന്നിടുന്നത്. നിലവിൽ പേസ് ബോളിംഗിലെ ഈ രണ്ട് മാറ്റങ്ങളോട് കൂടിയുള്ള ഒരു പ്ലേയിങ് 11നെയാണ് അടുത്ത KKR മത്സരത്തിന് മുന്നോടിയായി രാജസ്ഥാന്റെ ഭാഗത്തുനിന്നും പ്രതീക്ഷിക്കുന്നത്. നായകനായി സഞ്ജു അടുത്ത മത്സരത്തിലും തിരികെ എത്തുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും രാജസ്ഥാന് തിരിച്ചടി തന്നെയാണ്. കാരണം ആദ്യ മത്സരത്തിൽ ന്യൂ ബോളിൽ പ്രാഗൽഭ്യമുള്ള ജോഫ്ര ആർച്ചറെ ലേറ്റായി ഇറക്കിയത് ട്രാവിസ് ഹെഡിനെ ക്രീസിൽ നിലയുറപ്പിക്കുന്നതിന് സഹായകമായിരുന്നു. ഇങ്ങനെയുള്ള പല നിർണായക തീരുമാനങ്ങൾക്കും റിയാൻ പരാഗിന് മികവ് കാട്ടാൻ സാധിക്കാത്തത് രാജസ്ഥാനെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.